പ്രഭാതവന്ദനങ്ങൾ. സാമുവൽ മോറിസ് ടെലിഗ്രാഫ് കണ്ടുപിടിച്ചപ്പോൾ അതിൽ ആദ്യം അയച്ച മെസ്സേജ് ഇങ്ങനെയായിരുന്നു: വാട്ട് ഹാസ് ഗോഡ് റോട്ട്. അത് സംഖ്യാപുസ്തകത്തിലെ ഒരു വചനമാണ്, 23:23. ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു, ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരങ്ങൾ 2 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളാണ്. ഒന്ന് വെർജിൻ വൂമ്പും, ഒന്ന് എംപ്റ്റി ടോംബും. ഒരു കന്യക യേശുവിനെ പ്രസവിക്കുന്നു, യേശു കുരിശിൽ മരിച്ചടക്കപ്പെട്ട ടോംബ് എംപ്റ്റി ആയി മാറിയിരിക്കുന്നു. ഈ 2 അത്ഭുതങ്ങളിലാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. ശരിക്കും യേശു ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മളതിനെ പലപ്പോഴും ഈ ഈസ്റ്റർ സമയത്തും ദുഃഖവെള്ളിയും ഒക്കെ ഉള്ളപ്പോൾ നമ്മളതിനെ ആഘോഷങ്ങൾക്കിടയിൽ അതിനെ മുക്കിക്കളയാറുണ്ട്. അതിൻ്റെ പ്രാധാന്യങ്ങൾ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, കർത്താവ് എന്ത് പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സിഗ്നിഫിക്കൻസ് പലപ്പോഴും നമ്മൾ മറന്നു പോവാറുണ്ട്. നമ്മളതിനെ ആഘോഷമാക്കിയാണ് മാറ്റുന്നത്. എന്നാൽ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റതിലൂടെ ആദവും ഹവ്വായയും ഈ ലോകത്തിൽ പാപത്തിൽ വീണുപോയപ്പോൾ മരണം വാഴാൻ തുടങ്ങിയത് മാറി. മരണത്തെയും ഫിയർ ഓഫ് ഡെത്തിനെയും മരണഭയത്തെയും മാറ്റി നമുക്ക് ജീവൻ തന്നുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. ജീവനുള്ള യേശുവാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 കൊരിന്ത്യർ 15:57 പറഞ്ഞിരിക്കുന്നത് പോലെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ. മരണത്തിന് വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. അതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ ഉയർത്തെഴുന്നേറ്റിലൂടെ ജയാളിയായിട്ട് നടക്കുവാനായിട്ട്, മരണം നീങ്ങി ജീവനിൽ വാഴുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. നമുക്ക് ഈ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ മേൽ ജയിച്ചു നിന്നുകൊണ്ട് ജീവനിൽ വാഴുവാനായിട്ട് കർത്താവെ, അങ്ങ് താൻ ഉയർത്തെഴുന്നേറ്റിലൂടെ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. മരണത്തെയും മരണഭയത്തെയും മാറ്റി ജീവനിൽ പ്രത്യാശയോടെ ആയിരിക്കാൻ തക്കവണ്ണം, ആ സാൽവേഷനിൽ കർത്താവെ അതിൽ ഉറപ്പോടെ നിൽക്കുവാൻ തക്കവണ്ണം അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിന്, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.